ഇന്നത്തെ ദൈവവചനത്തിൻ്റെ ചിന്തയ്ക്കായിട്ട് ഞാൻ എടുക്കുവാൻ ആഗ്രഹിക്കുന്നത് ഒരാത്മീക മനുഷ്യൻ്റെ കണ്ണ് എന്നുള്ള ഒരു വിഷയമാണ്. ഒരാത്മീക മനുഷ്യന് സാധാരണ നോർമലായിട്ടുള്ള വ്യക്തികൾക്കുള്ളതുപോലെ കണ്ണും കാതുകളുമുണ്ട്. A spiritual person, just like a normal person, has eyes and feet, eyes and ears. ദൈവവചനം നമ്മളെ അത് പഠിപ്പിക്കുന്നു. The word of God teaches us that. ഇപ്പോൾ നമ്മൾ ഈ കൊച്ചു കുഞ്ഞുങ്ങളോട് ആദ്യം അവർക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് അവരോട് ചോദിക്കും, മോളുടെ അല്ലെങ്കിൽ മോൻ്റെ കണ്ണ് എവിടാന്നൊന്ന് കാണിക്കാമോ? When we're teaching little kids, we ask them where is to point out their eyes. അപ്പോൾ അവരിങ്ങനെ ചൂണ്ടിക്കാണിക്കും, ഇവിടാണ് കണ്ണ്. So they'll point out their eyes. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അവരോട് നമ്മൾ ചോദിക്കും, നിങ്ങളുടെ ഇയേഴ്സ് എവിടാണെന്നൊന്ന് കാണിക്കാമോ? Then we'll ask them about their ears. അപ്പം കുഞ്ഞുങ്ങൾ കുറച്ചുകൂടെ ഒക്കെ വലുതാകുമ്പോൾ അവരിങ്ങനെ എവിടെയെങ്കിലുമൊക്കെ തൊട്ട് കാണിക്കും. So when they grow up, they point that out. അപ്പോൾ ആ പ്രായം തൊട്ടേ ഈ കുഞ്ഞുങ്ങൾക്ക് അവരുടെ കണ്ണ് ഏതാണെന്നും ഇയേഴ്സ് ഏതാണെന്നും അറിയാം. So from that age onwards, the kids know where their eyes and ears are. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ആത്മീയ മനുഷ്യനുമുണ്ട് കണ്ണും കാതുകളും. Just like that, a spiritual person also has eyes and ears. അപ്പോൾ അതൊന്ന് തൊട്ട് കാണിക്കാമോ? ഈ കണ്ണെവിടാ, നമ്മുടെ കാതെവിടാന്ന്, ഈ ആത്മീയ മനുഷ്യൻ്റെ സ്പിരിച്വൽ ഐ എവിടാണ്, നമ്മുടെ സ്പിരിച്വൽ ഇയേഴ്സ് എവിടാണ്? So where is our spiritual eyes and ears? ഇതിനെ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് നമ്മുടെ ആത്മീയ ജീവിതത്തിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. When we identify that, it will help our spiritual lives. ഇത് എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 18 തൊട്ട് 20 വരെയുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഇങ്ങനെ തൻ്റെ ഒരു പ്രാർത്ഥനയായിട്ട് താൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. ഐ പ്രേ ദാറ്റ് eyes of your heart may be enlightened, so that you may know what is the hope of his calling. ഹല്ലേലൂയ. മലയാളത്തിൽ ഒന്ന് വായിക്കാം. പ്രൈസ് ദി ലോർഡ്. ഇതൊരു വലിയ സെൻറ്റൻസ് ആയിട്ട് നമ്മൾ വായിക്കുമ്പോൾ 1-2 പദങ്ങൾ അണ്ടർലൈൻ ചെയ്യേണ്ടത്. ഒന്ന്, ഐസ് ഓഫ് യുവർ ഹാർട്ട്. A few things we have to underline here are eyes of your heart. എന്താണ് ഹൃദയത്തിൻ്റെ കണ്ണ്? What is it? What does eyes of the heart mean? അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, നമ്മുടെ മനുഷ്യൻ്റെ കണ്ണും കാതുമൊക്കെ ഈ തലയോടടുത്താണ് ഇരിക്കുന്നത്, അല്ലേ? So we know that the human's eyes and ears are near the head. നമ്മുടെ ഈ തലയിലാണ് ഇതെല്ലാം ഉള്ളത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനോട് ഏറ്റവും അടുത്തിരിക്കുകയാണ് കണ്ണ്. The eyes are closest to the brain. അപ്പോൾ ഈ കണ്ണ് ഇതിന് ഏറ്റവും അടുത്തായതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു കണ്ണ് എന്തെങ്കിലും കാണുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ബ്രെയിൻ സിഗ്നൽ കൊടുക്കും. So because they're that close, whatever the eyes see, the brain receives the signal. അതിനേക്കാൾ കുറച്ചുകൂടെ താഴെയാണ് ഇയേഴ്സ് ഇരിക്കുന്നത്. പക്ഷേ ഇയേഴ്സ് എന്തെങ്കിലും കേൾക്കുമ്പോൾ ബ്രെയിൻ സിഗ്നൽ കൊടുക്കും. The ears are lower than that, but what the ears hear, the brain gets a signal. അപ്പോൾ ഇത് രണ്ടും ഉണ്ടെങ്കിലേ ഒരു മനുഷ്യൻ്റെ യാത്രകൾ സുഗമമാകത്തുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഈ ഡ്രൈവിംഗ് ടെസ്റ്റിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുന്നത് ഇവരുടെ കാഴ്ചശക്തി എങ്ങനെയുണ്ട്, ഇവരുടെ കേൾവി ശക്തി എങ്ങനെയുണ്ടെന്ന് നോക്കാറുണ്ട്. So vision and ear hearing is important in driving. That's what they ask that in driving. അതുപോലെ തന്നെ നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ യാത്രയിലും ഈ നമ്മുടെ ആത്മീയ കണ്ണും കാതും ഇമ്പോർട്ടൻ്റ് ആണ്. So just like that, in our spiritual journey, our spiritual eyes and ears are important. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത് ഇവരുടെ ആത്മീയ കണ്ണൊന്ന് തുറക്കണം. That is why Paul said to open the eyes of the heart. ഇന്ന് ഞാൻ ഈ പ്രസംഗിക്കുമ്പോൾ നിങ്ങളോട് തന്നെ ഒന്ന് ചോദിക്കണം, ഈ ആത്മീയ കണ്ണ് തുറന്ന് ഞാൻ അവസാനമായി കണ്ടത് എന്താണ്? Today you have to ask yourselves, when was the last time I saw the eyes of my heart being opened? ഹല്ലേലൂയ. ഈ ആത്മീയ കണ്ണ് തുറന്നിരിക്കുന്ന വ്യക്തിക്ക് ഈ മാനുഷികമായ കണ്ണിൽ കാണുന്നതിലും അപ്പുറമായിട്ട് ചില കാര്യങ്ങൾ കാണാനായിട്ട് കഴിയും. The spiritual person who has their eyes of their heart open can see beyond what they can see with their normal eyes. Praise the Lord.
ഇവിടെ പ്രവാചകന്റെ ശിഷ്യൻ കാണുന്നത് മുഴുവനും പ്രശ്നങ്ങളാണ്. തന്നെ വളയുവാനായിട്ട് വലിയൊരു സൈന്യമായിട്ട് അങ്ങനെ നിൽക്കുമ്പോൾ പ്രവാചകൻ പറയുകയാണ്, കർത്താവേ, ഞാൻ പ്രാർത്ഥിക്കുക, ഇവൻ്റെ കണ്ണൊന്ന് തുറന്നിട്ട് അവൻ മറ്റൊരു കാഴ്ച കാണണം. എന്താണ് കാണേണ്ടതെന്ന് അറിയാമോ? തനിക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുന്ന സ്വർഗീയ ദൂതന്മാരെ, സ്വർഗീയ സൈന്യത്തെ ഇവനൊന്ന് കാണണം. The prophet Elisha prays for his servant that his eyes will be open and he will see the hosts of the heavens that are with him. അപ്പോൾ ഒരു സ്പിരിച്വലായി അങ്ങോട്ട് ഓപ്പണായി വരുമ്പോൾ മാനുഷികമായി കാണുന്നതിലും അപ്പുറത്ത് കാര്യങ്ങളെ കാണുവാനായിട്ട് കഴിയും. So when the spiritual eyes are open, we see beyond what we can see normally. മാനുഷികമായ കണ്ണുകൾ കാണുന്നതനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നത് നമ്മൾ നിർത്താൻ തുടങ്ങും. We will stop taking decisions based on our human eyes. സാധാരണ ഒരു വ്യക്തികളെ സംബന്ധിച്ച്, സാധാരണ ഏത് വ്യക്തിയെ സംബന്ധിച്ചും താൻ കണ്ണിൽ കാണുന്നതാണ് വിശ്വസിക്കുന്നത്. A normal person will believe whatever they see with their own eyes. അവൻ കേൾക്കുന്നതാണ് അവൻ വിശ്വസിക്കുന്നത്. They believe what they hear with their ears. പക്ഷെ ഒരു സ്പിരിച്വൽ ഐയും സ്പിരിച്വൽ ഇയേഴ്സും ഉള്ള വ്യക്തിക്ക് ഇതിലപ്പുറമായിട്ട് ഇങ്ങനെ കാണുമ്പോൾ അതിലപ്പുറമായിട്ട് വിശ്വസിക്കുവാനായിട്ട് കഴിയും. But a spiritual person with spiritual eyes and ears will believe beyond what the normal person can see. ഹല്ലേലൂയ. അവിടെ ഒരു കൂട്ടം അസ്ഥികളെ കണ്ടുകൊണ്ട്, അസ്ഥികളുടെ താഴ്വരയിൽ നിന്നുകൊണ്ട് ഒരുവന് പ്രവചിക്കുവാനായിട്ട് കഴിയുകയാണ്. ഈ ഒരു അസ്ഥി ഹല്ലേലൂയൊക്കെ സൈന്യമായിട്ട് എണ്ണീക്കാനായിട്ട് പോവുക. That is why the prophet was able to prophesy in the valley of dry bones that they will raise up as an army. കാര്യം അവൻ്റെ സ്പിരിച്വലായി ഒരു ഡിഫറൻ്റ് ആയിട്ട് കാര്യങ്ങളെ കാണാനായിട്ട് തുടങ്ങി. Because the spiritual eye sees things differently. അപ്പോൾ ഈ സ്പിരിച്വൽ ഐയുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് ആണ് ഇവിടെ പൗലോസ് എഫേസ്യർക്ക് എഴുതുന്നത്. നിങ്ങളുടെ ഐ ഒന്ന് എൻലൈറ്റഡ് ആകണം. എൻലൈറ്റഡ് ആയി കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ നിങ്ങൾ വ്യത്യസ്തമായി കാണുവാനായിട്ട് തുടങ്ങും. That is why Paul says here that the eyes of your heart should be enlightened so that you can see things differently. അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാകും, നിങ്ങളുടെ ഹോപ്പ് ഓഫ് യുവർ കോളിംഗ്. Then you will understand the hope of your calling. ഈ മാനുഷികമായിട്ട് ഉള്ള ജഡപ്രകാരമുള്ള മനുഷ്യൻ്റെ ഹോപ്പ് ഓഫ് കോളിംഗ് എന്ന് പറഞ്ഞാൽ അവൻ ആരാണെന്നുള്ള ബോധ്യം, അല്ലെങ്കിൽ അവൻ എഞ്ചിനീയർ ആണെങ്കിൽ അവൻ്റെ വിചാരം എന്ന് പറഞ്ഞാൽ എന്നെ വിളിച്ചത് ഈ പണി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഡോക്ടറാണെങ്കിൽ പറയും എൻ്റെ കോളിംഗ് എന്ന് പറഞ്ഞാൽ ഈ ജോലി ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. നേഴ്സിൻ്റെ കോളിംഗ് അവർ പറയും എൻ്റെ കോളിംഗ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. എന്നാൽ ആത്മീയ കണ്ണ് പ്രകാശിക്കുമ്പോൾ ആ വ്യക്തിക്ക് ഒരു കാര്യം മനസ്സിലാകും, ഇതിലും അപ്പുറമാണ് എന്നെ കുറിച്ചുള്ള കോളിംഗ് എന്ന്. A normal person, their hope isn't based on their profession, but the spiritual person sees beyond that. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണല്ലോ ഹല്ലേലൂയ തിയോളജി പഠിക്കാഞ്ഞ, എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടുള്ള ഞങ്ങളൊക്കെ ഇവിടെ നിന്ന് പ്രസംഗിക്കുന്നതിൻ്റെ കാര്യം. നമ്മുടെ ആത്മീയ കണ്ണ് പ്രകാശിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാകും, നാം പഠിച്ചതല്ല നമ്മുടെ കോളിംഗ്, അതിലും അപ്പുറമാണ് ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള കോളിംഗ് എന്ന്. When our spiritual eyes are enlightened, we see that the hope of calling is not what we learned, but what God has called us to അപ്പോൾ do. ദൈവമക്കളെ, നമ്മുടെ സ്പിരിച്വൽ ആയി ഒന്ന് പ്രകാശിക്കണം. So our spiritual eyes need to be enlightened. സ്പിരിച്വലായി പ്രകാശിക്കാത്തവൻ്റെ മറ്റൊരു പ്രോബ്ലം എന്ന് വെച്ചാൽ അവൻ കാണുന്നത് മുഴുവൻ അന്ധകാരങ്ങളായിരിക്കും. അവൻ കാണുമ്പോൾ പറയും, ഇവിടുത്തെ കോളേജ് ശരിയല്ല, ഇവിടുത്തെ കൾച്ചർ ശരിയല്ല, ഇവിടുത്തെ ആൾക്കാർ ശരിയല്ല, ഇവിടുത്തെ വെതർ ശരിയല്ല, ഇവിടെ ഒന്നും തന്നെ ശരിയല്ല. പക്ഷെ ആത്മീയ കണ്ണ് തുറക്കുന്നവന് ചില ഓപ്പർച്യൂണിറ്റീസ് കാണുവാനായിട്ട് ഇടയാകും. Those who don't have their spiritual eyes open will see darkness around them and will complain about the circumstance. But those who have their spiritual eyes open will see what God has called them to see. പ്രൈസ് ദി ലോർഡ്. എഫെസോസിൽ ചെന്ന പൗലോസ് ഹല്ലേലൂയ അവിടുത്തെ ആ ഡയാന ദേവിയെ ആരാധിച്ചുകൊണ്ടിരുന്ന ജനത്തിൻ്റെ വലിയ ഘോഷങ്ങളും അവിടെ കാണുന്ന വൃത്തികേടുമൊക്കെ കാണുമ്പോൾ അവിടെ നിന്ന് പൗലോസ് പറയാണ്, എനിക്ക് വേണ്ടി ഒരു വാതിൽ തുറക്കുകയാണ്, വിശാലമായ വാതിൽ. എതിരാളികൾ പലതാണെങ്കിലും ഞാൻ ഒരു കാര്യം വിശ്വസിക്കുന്നു, എനിക്ക് വേണ്ടി തുറന്നു കിടക്കുന്ന ഒരു വാതിൽ. When Paul goes to Ephesus, he doesn't see this culture around him, but he sees the potential and the door God has opened for him. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് ആ വാതിൽ കാണാൻ കഴിയുന്നുണ്ട്? How many of you are able to see that door open? ഹല്ലേലൂയ. ഇന്നത്തെ നേരത്തെയുള്ള ആ ഒരു ദൂതിലേക്ക് കടന്നു വരിക, അതോ നിങ്ങളെ ഈ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ ഡിപ്രസ് ചെയ്ത് വെച്ചേക്കാണോ? Or are you able to see the things and that those things are making you depressed? നിങ്ങളുടെ സാഹചര്യങ്ങൾ നിങ്ങളെ ഡിപ്രസ് ചെയ്ത് വെച്ചിരിക്കുകയാണോ? Are your circumstances depressing you? ഇവിടുത്തെ മോർഗേജ് നിങ്ങളെ ഡിപ്രസ് ചെയ്യാൻ സാധ്യതയുണ്ട്. The mortgages here might depress you. ഇവിടെ നിങ്ങൾ എടുക്കുന്ന ലോണുകളൊക്കെ എങ്ങനെ അടച്ചു തീർക്കുമെന്ന് വിചാരിച്ച് നിങ്ങൾ ഡിപ്രസ്ഡ് ആകാൻ സാധ്യതയുണ്ട്. പക്ഷേ ആത്മീയ കണ്ണ് തുറക്കുന്നവന്, ആത്മീയ ചെവി ഓപ്പൺ ആയിരിക്കുന്നവന് അവനറിയാം നിന്റെ കോളിംഗ് ഇവിടെയൊന്നും അല്ല, അല്ലെങ്കിൽ ഇതിനും അപ്പുറത്താണ് നിന്റെ കോളിംഗ് എന്ന്. But the spiritual eyes who have the person who has their eyes and ears open will see that your calling is beyond this. ഹല്ലേലൂയ. ഈ ആത്മീയ കണ്ണ് അത് തലയിലല്ല. The spiritual eyes are not in the head. നമ്മുടെ ഈ തലയിലല്ല ഈ കണ്ണും ചെവിയൊക്കെ. The eyes and ears are not near the head. ഇത് ഹൃദയത്തിലാണ്. It's in the heart.
ഹല്ലേലൂയ. ഈ ഹൃദയത്തിന് രൂപാന്തരം വന്നെങ്കിൽ മാത്രമേ ഈ ആത്മീയ കണ്ണൊന്ന് പ്രകാശിക്കത്തുള്ളൂ. Unless the heart becomes transformed, then only the eyes will be ഈ ആത്മീയ കണ്ണ് പ്രകാശിക്കാത്തിടത്തോളം കാലം ജെറമ്യാ പ്രവാചകൻ ഇങ്ങനെ വിളിച്ചു പറയുന്നു. ജെറമ്യാ അതിൻ്റെ 5:21 അവരോട് പറയാണ്, "O foolish and senseless people, they have eyes but they do not see, they have ears but they don't hear." മലയാളം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവരോട് പറയാണ്, നിങ്ങൾ ബുദ്ധിഹീനരായത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് കണ്ണുണ്ട് പക്ഷെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല. Here the prophet tells that the people are foolish because they have eyes but they cannot see. നിങ്ങൾക്ക് ചെവിയുണ്ട് പക്ഷെ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നില്ല. You have ears but you are not able to hear them. Praise God. Hallelujah. ദൈവമക്കളെ, നമ്മൾ ഒട്ടും വ്യത്യസ്തരൊന്നും അല്ല. We are not different from that. നമ്മൾ എത്ര പേര് ഈ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, നമ്മൾ നേരത്തെ ഇന്നത്തെ ഇംഗ്ലീഷ് മീറ്റിങ്ങിൽ പറഞ്ഞതുപോലെ അബ്ബാ പിതാവേ എന്ന് വിളിക്കാനുള്ള പുത്രത്വത്തിൻ്റെ അവകാശം നമുക്ക് കയ്യിലുണ്ട്. ഇതെല്ലാ പ്രിവിലേജും ഉണ്ടായിട്ടും ഇന്ന് നാം ദൈവത്തെ കാണാതെയും കേൾക്കാതെയുമായിരിക്കുന്നു. How many of us being saved, baptized and have the sonship are not able to see and hear God? ഹല്ലേലൂയ. അപ്പോൾ അത് ഒരു വല്ലാത്തൊരു ചതിയല്ലേ നമുക്ക് കാണാനും കേൾക്കാനും കഴിയാത്തൊരവസ്ഥ. It's a great deceit to not hear and see. ആവർത്തന പുസ്തകം ഡ്യൂട്രോണമി ചാപ്റ്റർ 29 വേഴ്സ് 2-4 മോസസ് അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്. അതിശയങ്ങളും അത്ഭുതങ്ങളും കണ്ടിട്ട് ഈ ജനം പറയുകയാണ്, ഈ ജനത്തിനോട് പറയുന്നത്, "You have seen with your own eyes everything that the Lord did in Egypt to Pharaoh, to all the officials and to entire land. But you saw with your own eyes the great trial and the great sign and wonders. Yet to this day the Lord has not given you the mind to understand." Hallelujah. Praise the Lord. നമ്മൾ ഇതെല്ലാം കാണുന്നുണ്ട്, എല്ലാ അത്ഭുതങ്ങളും നമ്മൾ അറിയുന്നുണ്ട്, കാണുന്നുണ്ട്, പക്ഷേ ഇതിൻ്റെ ഒന്നും ഒരു അർത്ഥം മനസ്സിലാകുന്നില്ല. We are able to see all the miracles but we are not able to understand the meaning of it. Praise the Lord. അത് നമ്മുടെ അവസ്ഥ ഇതൊക്കെ തന്നെ. കർത്താവ് നമ്മുടെ ഹൃദയത്തിൻ്റെ കണ്ണ് തുറക്കാതെ നമുക്ക് ഈ കാര്യങ്ങളൊന്നും മനസ്സിലാകത്തില്ല. നമ്മൾ ഈ കഥ അറിയാതെ ആട്ടം കാണുന്നവരായി മാറുക. Unless the Lord opens the eyes of our heart, we cannot understand. Praise the Lord. Hallelujah. ഇവരെന്തൊക്കെയോ വരുന്നു, കുറേ നേരം പാട്ട് പാടുന്നു, അന്യഭാഷയിൽ ഏതാണ്ടൊക്കെ ആരാധിക്കുന്നു, പിന്നെ എന്തൊക്കെയോ പ്രസംഗിക്കുന്നു, പിന്നെ അവർ മടങ്ങി പോകുന്നു. We'll just see the people as just coming and praying and worshiping and leaving. കാര്യം ഇതിനകത്ത് ഒന്നും മനസ്സിലാകുന്നില്ല. Because we are not able to understand anything here. ഇത് മനസ്സിലാക്കണം, നിന്റെ ആത്മീയ കണ്ണൊന്ന് പ്രകാശിക്കണം. If you have to understand, the eyes of your heart have to be enlightened. ഈ ആത്മീയ കണ്ണൊന്ന് പ്രകാശിച്ചാലേ നിന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് മനസ്സിലാകത്തുള്ളൂ. When your spiritual eyes are enlightened, you will know the hope of your calling. കുറച്ച് കഴിഞ്ഞപ്പോൾ വിചാരിച്ചു, എനിക്ക് ഒന്ന് രക്ഷിക്കപ്പെടണം, അങ്ങനെ എൻ്റെ പാപങ്ങളെയൊക്കെ ഞാൻ കഴുകി കളഞ്ഞു, ഞാൻ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. പക്ഷേ ഈ രക്ഷിക്കപ്പെട്ട് വർഷങ്ങളായിട്ടും ആത്മീയ കണ്ണ് പ്രകാശിക്കാത്തിടത്തോളം കാലം നീ വളരത്തില്ല. But even if you are saved and baptized and the eyes of your heart are not enlightened, then you will not grow കാര്യം മുന്നോട്ട് പോകാൻ ഒരു ഹോപ്പില്ല. Because there is no hope going forward. Praise the Lord. ഒരു ഉത്സാഹമില്ല. There is no excitement. ഈ ഉത്സാഹം പോകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആത്മീയ കണ്ണ് അന്ധമായിട്ടിരിക്കുക. The reason the joy and excitement leaves is because your spiritual eyes are dark. നമ്മുടെ കുഞ്ഞുങ്ങൾ, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇപ്പം 11 മണി വരെയും 10 മണി വരെയൊക്കെ കിടന്ന് റെക്കോർഡൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് വെക്കേഷനൊക്കെ ആയതുകൊണ്ട് അങ്ങനെ ഒരുപാട് ലേറ്റായിട്ട് കിടന്നുറങ്ങുമായിരുന്നു വെച്ചോ. So our children during the vacation times, they sleep very late. നിങ്ങളെക്കുറിച്ചല്ല പറയുന്നത്. I'm not talking about you guys. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ഒരു ദിവസം ടൂറൊക്കെ പോകാനായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അന്ന് വിളിക്കുകയാണ്, നമ്മൾ ഇന്നടുത്ത് പോകുകയെന്ന് പറഞ്ഞാൽ 5 മണിക്ക് പോകണമെങ്കിലും അവർ 5 മണിക്ക് എണീക്കും. So if we tell them we are going somewhere, they have to wake up early, they'll wake up early. അതെന്താണെന്നറിയാമോ? Why is that? ഒരു ഹോപ്പ് അതിൽ കിടക്കുക. Because there's a hope in that. ഇഷ്ടമുള്ളിടത്ത് സ്ഥലത്ത് പോകാനുള്ളൊരു ഹോപ്പ്. The hope to go to a place they like. ഹല്ലേലൂയ. അപ്പോൾ ഈ ഹോപ്പ് അകത്തില്ലെങ്കിൽ
നമുക്ക് ഒരു ഉത്സാഹവും കാണത്തില്ല. So when that hope is not there, we will have no excitement. ഇനിയിപ്പോൾ ആദ്യത്തെ ദിവസം സ്കൂളിൽ പോകുമ്പോൾ ഭയങ്കര ഹോപ്പും ഉത്സാഹവും ഒക്കെ ആയിരിക്കും. So when you're going first day to school, you will have the hope and excitement. ഹല്ലേലൂയ. രാവിലെ 5 മണിക്ക് വിളിക്കണമെന്നൊക്കെ പറഞ്ഞോളെ. You will tell to wake me up at 5. അത് കഴിയുമ്പോൾ ഇങ്ങനെ കുറഞ്ഞു വരും. Then that excitement will decrease. അതുപോലെ നമുക്ക് നമ്മുടെ ഈ ഹോപ്പ് ഓഫ് യുവർ കോളിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ഇത് കിട്ടാത്തിടത്തോളം കാലം ഇത് നമുക്ക് ഒരു ഒന്നും മനസ്സിലാകത്തില്ല. As long as you don't receive the hope of your calling, you will not understand anything. നമ്മുടെ ഈ ആത്മീയ കണ്ണൊന്ന് പ്രകാശിക്കണം. The spiritual eyes have to be enlightened. ഈ ദൈവവചനത്തിൻ്റെ അതിനകത്തുള്ള ആ മർമ്മങ്ങൾ, അതിനകത്തുണ്ടാക്കുന്ന ആ നിധികളൊക്കെ ഒന്ന് മനസ്സിലാക്കണമെങ്കിൽ നിന്റെ അകത്തെ കണ്ണൊന്ന് പ്രകാശിക്കണം. If we have to understand the treasures of the word of God, our eyes have to be enlightened. I was surprised actually. ഞാൻ ഈ റെഫറൻസ് ഒക്കെ നോക്കുമ്പോൾ എത്ര എടുത്താണെന്ന് അറിയാമോ ഈ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ അന്ധമായ കണ്ണുകളും നിങ്ങൾക്ക് ചെവി കേൾക്കാൻ കഴിയാത്തതും കൊണ്ടും ഉള്ള പ്രശ്നങ്ങളെക്കുറിച്ച്. I was surprised to see many references that speak about blind eyes and dull ears. അപ്പോൾ മോസസ് പറയാണ്, ഇതുവരെ നിങ്ങളുടെ കണ്ണ്, നിങ്ങളുടെ മൈൻഡിന് ഒരു അണ്ടർസ്റ്റാൻഡിങ് ലഭിച്ചിട്ടില്ല, നിങ്ങളുടെ കണ്ണിന് ഇതുവരെ കാണാൻ കഴിയുന്നില്ല. ഈ പരിശുദ്ധാത്മാവ് പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നില്ല. So Moses says that with your eyes you are not able to see and understand, and you are not able to hear what the Holy Spirit says. Praise the Lord. Hallelujah. അപ്പോൾ അതിനകത്ത് പറയുന്നു, എഫേസ്യ ലേഖനത്തിലേക്ക് മടങ്ങി വരാം. Who believe according to the might working of his strength. ഇത് മനസ്സിലാക്കണമെങ്കിൽ, ഈ ശക്തി മനസ്സിലാക്കണമെങ്കിൽ, നിങ്ങളിൽ പ്രവർത്തിക്കുന്നത് ആരാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ, ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങളുടെ അകത്തെ കണ്ണൊന്ന് തുറക്കണം. If you want to understand the power that is in you, the Holy Spirit who is working, your eyes have to be enlightened. ഹല്ലേലൂയ. ഈ ശക്തിയെക്കുറിച്ച് പറയുകയാണ്. ഈ ശക്തി തന്നെയാണ് യേശു ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച് അവനെ പിതാവിൻ്റെ വലത്തുഭാഗത്തിരുത്തിയ അതേ പവറാണ് നമ്മളിലും എക്സസൈസ് ചെയ്യുന്നത്. The power that raised Jesus from the dead and seated him at the right hand is the same power that is working in us. ഹല്ലേലൂയ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊക്കെ നമ്മുടെ ഈ ബുദ്ധിയിലുണ്ട്. We have all this in our head, പക്ഷെ നമ്മുടെ ഹൃദയത്തിലില്ല. but it's not in our heart. നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം മാറാൻ തുടങ്ങും. If it is in our heart, our lives will change. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച പരിശുദ്ധാത്മാവ് തന്നെയാണ് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നതെന്ന് ഒരു ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ, if you have the realization that the Holy Spirit who raised Jesus from the dead is the one who is in you, പ്രൈസ് ദി ലോർഡ്, നമ്മുടെ ജീവിതം തന്നെ മാറുവാനായിട്ട് ഇടയാകും. then our lives will change. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് അങ്ങനെ? How many of you believe that? ഹല്ലേലൂയ. ഈ 3 വ്യക്തികളും കർത്താവിന് പിതാവായ ദൈവത്തിനോട് നാം പ്രാർത്ഥിക്കുന്നു. യേശു നമുക്ക് വേണ്ടിയിട്ട് മരിച്ചു. അവൻ്റെ നാമം നാം ദൈവവുമായിട്ട് പ്രാർത്ഥനയിൽ അവൻ്റെ നാമം നാം ഉപയോഗിക്കുന്നു. അവൻ്റെ നാമത്താലാണ് നമുക്ക് രക്ഷയുള്ളത്, വീണ്ടെടുപ്പുള്ളത്. പക്ഷേ നമ്മളോട് പരിശുദ്ധാത്മാവ് എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മളുമായിട്ടുള്ളൊരു ഫെലോഷിപ്പിൽ പരിശുദ്ധാത്മാവ് ആയിരിക്കുന്നു എന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? We pray to the Father through the Lord Jesus who was our redemption, but the Holy Spirit also speaks to us. ഈ ശക്തി നമുക്ക് മനസ്സിലാകാത്തിടത്തോളം കാലം, നമ്മുടെ ഈ അകത്തെ കണ്ണ് തുറക്കാത്തിടത്തോളം കാലം നമുക്ക് ആത്മീയമായിട്ട് വളരാൻ കഴിയത്തില്ല. As long as we don't understand this power and our eyes are not enlightened, we won't be able to grow spiritually. ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഈ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഈ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ എന്തുകൊണ്ടൊരു മാറ്റം സംഭവിക്കുന്നില്ല? I thought many times, why is that people who have been saved and baptized for a long time have no change in their lives? അതിൻ്റെ ഉത്തരം ഒന്ന് തന്നെ, ഇവർക്ക് ഇതുവരെ ഇതിൻ്റെ ഗുഡ് ന്യൂസ് മനസ്സിലായിട്ടില്ലെന്നുള്ളത്. It's because they are not able to understand this. ഹല്ലേലൂയ. ഇത് ഞാൻ പറഞ്ഞത് പാപത്തിൽ നിന്നുള്ള വിടുതൽ മാത്രമല്ല, രക്ഷയുടെ അടുത്ത ഒരു സ്റ്റേജിലേക്ക് നിങ്ങൾ വളരണമെങ്കിൽ നിങ്ങളുടെ ആത്മീയ കണ്ണ് പ്രകാശിക്കണം. If you want to grow beyond the next level of salvation, your eyes have to be enlightened. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ആത്മീയ കണ്ണ് പ്രകാശിക്കണമെങ്കിൽ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നടക്കണം. One thing has to happen in our lives if our spiritual eyes have to be enlightened. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സോളിനൊരു സാന്റിഫിക്കേഷൻ നടക്കണം. There should be a sanctification in your soul. ഹല്ലേലൂയ. ഈ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സോളിനകത്ത് ഈ ലോകത്തിൻ്റെ ചിന്തകളും ലോകത്തിൻ്റെതായ ഇഷ്ടങ്ങളും ലോകത്തിൻ്റെതായ മോഹങ്ങളും എല്ലാം കൂടി ഇങ്ങനെ കിടക്കുമ്പോൾ ഈ ആത്മീയ കണ്ണ് ഒന്നും കാണത്തില്ല. But the problem is that when the soul is filled with the world and the worldly desires, the spiritual eyes will not see anything. ഈ നമ്മുടെ ഇന്നർ ഐസിന് ഒരു ക്ലാരിറ്റി കാണത്തില്ല. There will be no clarity in your inner eyes. ഈ മർക്കോസിന്റെ സുവിശേഷത്തിൽ ഒരു മനുഷ്യനെ കുറിച്ച് പറയുന്നു. അതിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ 23 തൊട്ട് 25 വരെയുള്ള വാക്യങ്ങൾ എനിക്ക് വളരെ രസകരമായിട്ട് തോന്നി. അതിനെ ഞാനിങ്ങനെ പിന്നെ മെഡിറ്റേറ്റ് ചെയ്തപ്പോൾ
ആ ഉം. ഉം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു മനുഷ്യൻ്റെ ഒരു പ്രശ്നം കണ്ടോ? ഒരു മനുഷ്യനെ യേശു സൗഖ്യമാക്കിയ ഒരു മനുഷ്യനാണ്. യേശു അവൻ്റെ കണ്ണിൽ തുപ്പി അവനെ സൗഖ്യമാക്കി. ഇതൊക്കെ കഴിഞ്ഞിട്ട് ആ മനുഷ്യരോട് ചോദിക്കുകയാണ്, നീ എന്തോ കാണുന്നതെന്ന് ചോദിച്ചപ്പോൾ പറയാണ്, മനുഷ്യരെ കാണുന്നുണ്ട്, പക്ഷെ മനുഷ്യരെങ്ങനെയാ? ലൈക്ക് എ ട്രീ വാക്കിംഗ്. The Lord Jesus healed him, and when after that he asked him, he says that I see men like trees. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ മനുഷ്യനെങ്ങനെ ഇങ്ങനെ വീട്ടിൽ പോയായിരുന്നെങ്കിലുള്ള അവസ്ഥ എന്തായിരുന്നേ? What would have happened if he went to home in that condition? ഭാര്യ ചായയും കൊണ്ട് വരുമ്പോൾ എന്തോ കാണുന്നത്? When the wife comes with tea, ട്രീ ചായയും കൊണ്ട് വരുന്നതായിട്ട് കണ്ടേനെ. he will see it as a tree coming with tea. ഭയങ്കര പ്രശ്നമായേനെ. It will be a big problem. ആകെപ്പാടെ ബുദ്ധത്തിൽ പ്രശ്നമായി പോണേ. ഇത് കേട്ടപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായി, ഇതിനകത്തൊരു ക്ലാരിറ്റി ഇല്ലെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതവും ഇതുപോലൊക്കെ ആയിത്തീരും. If our inner eyes don't have clarity, our spiritual life will also be like that. എന്തൊക്കെയോ കാണുന്നുണ്ട്, പക്ഷേ ഒന്നിനൊരു ക്ലാരിറ്റി ഇല്ല. We are able to see some things, but there will be no clarity in that. എന്തൊക്കെയോ മനസ്സിലായിട്ടുണ്ട്, പക്ഷേ ക്ലിയർ അല്ല. We are understanding some things, but it's not clear. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞതിൻ്റെ ആ ഒരു അർത്ഥം മനസ്സിലായോ? നമ്മുടെ ആത്മീയ കണ്ണ് നന്നായിട്ട് പ്രകാശിക്കണം. ആത്മീയ കണ്ണിന് നന്നായിട്ടൊരു കാഴ്ചപ്പാട് വേണം. അത് മാറണമെങ്കിൽ ഒരു കാര്യം ചെയ്യണം, ഈ ലോകത്തിൻ്റെ മോഹമൊക്കെ മാറണം. Our spiritual eyes have to have a vision and clarity. If that, we have to remove all worldly desires. ഹല്ലേലൂയ. ഞാൻ ഈ പറയുന്നതൊക്കെ വളരെ വളരെ എന്താ പറയുന്നത്, ഒരു സ്പിരിച്വൽ മാൻ ഒരു പക്ഷേ മനസ്സിലാകുന്ന രീതിയിലായിരിക്കാം, ഇച്ചിരി കട്ടിയായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. പക്ഷേ അപ്പോസ്തല പ്രവൃത്തികൾ അല്ലെങ്കിൽ അപ്പോസ്തലൻ്റെ പഠിപ്പീരുകളിലൊക്കെ ലേഖനങ്ങളിലൊക്കെ ഇതിൻ്റെ ഒരു കോറായിട്ടുള്ള ഒരു കാര്യമായി പറയുന്നത്. Throughout the New Testament, we see this taught as a core thing, though it's hard to understand. പ്രൈസ് ഗോഡ്. ഇവിടെ പറയാണ്, നിങ്ങൾ ഈ ലോകത്തിൻ്റെ മോഹങ്ങളെയൊക്കെ വിട്ട് ലോകത്തിന് അനുരൂപമാകാതിരുന്നെങ്കിൽ മാത്രമേ you will understand the will of God. That's why it says that do not be conformed to the world, so that you can understand the will of God. ഈ ദൈവത്തിൻ്റെ ഈ കാര്യങ്ങളിലൊക്കെ ഒരു ക്ലാരിറ്റി ലഭിക്കണമെങ്കിൽ ഒരു കാര്യം ചെയ്യണം, നിങ്ങൾ ഈ ലോകത്തിൻ്റെ മോഹമൊക്കെ വിടണം. ലോകത്തിൻ്റെതായ കാര്യങ്ങൾ അല്ലെങ്കിൽ ലോകത്തിൻ്റെതായ ഡിസേഴ്സ് ഒക്കെ ഒന്ന് വിട്ട് ചില കാര്യങ്ങളൊക്കെ ഒന്ന് ക്രൂസിഫൈ ചെയ്ത് ചില കാര്യങ്ങളൊക്കെ ഒന്ന് സഫർ ചെയ്യുവാനായിട്ട് സ്ട്രഗിൾ ചെയ്യുവാനായിട്ട് ഒരു തീരുമാനം എടുക്കുമ്പോഴേ നിങ്ങളെക്കുറിച്ചുള്ള ദൈവിക കോളിങ് അല്ലെങ്കിൽ ദൈവിക വിഷയത്തിലുള്ള നിങ്ങളുടെ അകത്തെ കണ്ണ് ഒന്ന് നന്നായിട്ട് പ്രകാശിച്ച് ഒരു ക്ലാരിറ്റി ഉണ്ടാകത്തുള്ളൂ. When you take a decision to be crucified and to leave worldly desires, then you will have clarity on the things God has called you for. Praise the Lord. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം ഞാൻ എന്നെക്കുറിച്ച് ദൈവത്തിൻ്റെ ഒരു പ്ലാന്, ഫോർ എക്സാമ്പിൾ, ഇങ്ങോട്ട് അയക്കാൻ വേണ്ടിയിട്ടാണെന്ന് വെച്ചോ, ഈ സ്ഥലത്തേക്ക് അയക്കാൻ വേണ്ടിയിട്ടാണ്. For example, if God's plan was for me to come to this place. അപ്പം ഞാൻ ഇവിടെ വരാതെ ഇപ്പം എൻ്റെ മനസ്സിനകത്ത് മുഴുവനും ഇരിക്കുന്ന എവിടെ? എൻ്റെ മനസ്സിനകത്ത് മുഴുവനും പറയുകയാണ്, ഇപ്പം ഞാൻ ഇങ്ങോട്ട് വരുന്നില്ല, ഞാൻ ന്യൂസിലാൻഡിൽ പോകും, അവിടെ ആണെങ്കിൽ പാമ്പുമില്ല തേളുമില്ല, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. But supposing my heart said to me that we should go to New Zealand. അപ്പം എൻ്റെ മനസ്സിനകത്ത് മുഴുവൻ ഇതിരിക്കുക. So that'll be in my heart. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് ഇങ്ങനെ പല പ്രാവശ്യമായിട്ട് പറയാൻ ശ്രമിക്കുന്നുണ്ട് ചില കാര്യങ്ങളൊക്കെ. So the Holy Spirit will try to tell me things. കാര്യം ഇതൊന്നും ഞാൻ കേൾക്കത്തില്ല, കാര്യം എൻ്റെ സോള് ഇതിനെയൊക്കെ അങ്ങ് റിജക്റ്റ് ചെയ്ത് കളയുക. But I won't be able to hear that because my soul has rejected it already. പക്ഷെ അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപമാകാതെ ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിയണമെങ്കിൽ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. എന്താണ് മനസ്സ്? സോളിനെ ഒന്ന് റിന്യൂ ചെയ്ത് നിങ്ങളൊരു റിപ്പൻറ്റൻസിലോട്ട് വരികയാണ്. കർത്താവേ, എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നിറവേറണം എന്നുള്ള ഒരു ആഗ്രഹത്തോടുകൂടെ ഒരു സമർപ്പണത്തോടുകൂടെ ദൈവസന്നിധിയിൽ വരുമ്പോൾ ദൈവത്തിൻ്റെ ഹിതം വെളിപ്പെടുവാനായിട്ട് ഇടയാകും. That's why our minds have to be renewed to come to repentance so that we can understand God's will. അപ്പോൾ എന്തുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ഈ അകത്തെ കണ്ണ് പ്രകാശിക്കാത്തതെന്ന് ചോദിച്ചാൽ, അകത്തെ കണ്ണ് പ്രകാശിക്കാൻ നമ്മൾ സമ്മതിക്കത്തില്ല. കാര്യം നമ്മളുടെ അകത്ത് ചില വിഷയങ്ങളുടെ മേലെ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്. അങ്ങനെ സംഭവിക്കാമോ, അങ്ങനെ തന്നെ സംഭവിക്കണം, ഇങ്ങനെയുള്ളൊരു വാശിയിൽ നാം ഇരിക്കുമ്പോൾ നമ്മുടെ അകത്തെ കണ്ണ് പ്രകാശിക്കത്തില്ല. So that's the reason why our spiritual eyes are not enlightened, because we are holding on to some things which we are not supposed to. എൻ്റെ അകത്തെ കണ്ണ് പ്രകാശിക്കണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഒരു സമർപ്പണം നടക്കണം, എൻ്റെ ജഡം മരിക്കണം, എൻ്റെ അകത്തൊരു മരണം നടക്കുമ്പോഴാണ് എൻ്റെ അകത്തെ കണ്ണ് പ്രകാശിക്കുന്നത്. If my spiritual eyes have to be enlightened, I have to have a death and a crucifixion in my life. ഹല്ലേലൂയ. ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നത് ആരോടോ ഉള്ള ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു ദൂതാണെന്ന്. കാര്യം ഇന്ന് എൻ്റെ മെസ്സേജിനകത്തുള്ള ഒന്ന് രണ്ട് പോയിന്റ്സ് മാത്രമേ ഞാൻ ടച്ച് ചെയ്തിട്ടുള്ളൂ, ബാക്കിയൊക്കെ ഇങ്ങനെ ഫ്ലോയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക.
I haven't touched all the points of my message, but I believe this is God speaking to someone. Praise the Lord. Hallelujah. നമ്മുടെ അകത്തെ കണ്ണ് പ്രകാശിക്കണമെങ്കിൽ നമ്മുടെ ജഡം മരിക്കണം. If our spiritual eyes have to be enlightened, our flesh has to die. അകത്തെ കണ്ണ് പ്രകാശിക്കണമെങ്കിൽ മറ്റൊരു കാര്യം കൂടെ സംഭവിക്കണം. നാം ദൈവസന്നിധിയിൽ അത് കാണുവാനായിട്ട് ഒരിച്ചിരി സമയം മാറ്റിവെക്കണം. Another thing is that if our spiritual eyes have to be enlightened, we have to be set apart time in the presence of God. നമുക്ക് ഒരുപാട് അങ്ങ് തിരക്കായാൽ ഈ അകത്തെ കണ്ണ് പ്രകാശിക്കത്തില്ല. If we have too much busyness, നമ്മളിങ്ങനെ ഓടി നടന്നു കഴിഞ്ഞാൽ നീ അകത്തെ കണ്ണിനകത്തൊന്നും ഒന്നും കാണത്തില്ല. if you are running after many things, the spiritual eyes will not see many things. കാര്യം നമുക്ക് ഇരിക്കാൻ സമയമില്ല. ഇരിക്കാൻ നമുക്ക് ഇച്ചിരി സമയം കിട്ടുമ്പോഴത്തേക്ക് നമ്മൾ ഒരു കാര്യം ചെയ്യും, ഇതേ അങ്ങോട്ട് എടുത്ത് തൊണ്ടാൻ തുടങ്ങും. Because we are not able to sit, and when we sit, we take the phone. അപ്പൊ എന്താ സംഭവിക്കുന്നത്? വീണ്ടും നമ്മൾ അങ്ങ് എൻഗേജ്ഡ് ആകുക. So we'll become engaged again. നമ്മൾ എൻഗേജ്ഡ് ആകുക ഇൻ ദ റോങ് വേ. നമ്മൾ ആക്ച്വലി ഡിഫറെന്റ് രീതിയിൽ എൻഗേജ്ഡ് ആകുക. We become engaged in the wrong way. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മൈൻഡ് ഒരിക്കലും സമ്മതിക്കത്തില്ല ദൈവവചനത്തിൽ ഫോക്കസ് ചെയ്ത് ഇതെല്ലാം മാറ്റിവെച്ച് ദൈവവചനത്തിന് മുമ്പാകെ ഇരിക്കാൻ നമ്മുടെ മൈൻഡ് സമ്മതിക്കത്തില്ല. അന്നേരം ഉടനെ അത് പറയും, നീ ഒരു കാര്യം ചെയ്യടാ, മൊബൈൽ എടുക്ക, ആരാണ്ട് വിളിച്ചെന്നാ തോന്നുന്നതെന്ന്. Suddenly the mind will distract us with many distractions from the presence ഈ of God. മൊബൈൽ എടുത്തു കഴിയുമ്പോൾ അടുത്തത് വരും. And when we take അടുത്തതൊന്ന് the phone, നോക്കി, ഇതൊന്ന് നോക്കി, മറ്റേതൊന്ന് നോക്കി, ആ വഴിക്ക് അങ്ങ് പോകും. then we'll spend our time behind the phone. അങ്ങനെ നീ ഒരിക്കലും നിന്റെ അകത്തെ കണ്ണുകൊണ്ട് എന്തെങ്കിലും കാണുവാനായിട്ട് നീ ശ്രമിക്കത്തില്ല. So you'll not be able to see things with your spiritual eyes. ഹല്ലേലൂയ. അതുപോലെ ഈ എന്റർടൈൻമെന്റും Just like that, entertainment is same. അതൊരു നിയമോ റൂൾസോ ലോയോ ഒന്നും അല്ല അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യലെന്നൊക്കെ പറയുന്നത്. പക്ഷേ അതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നീ ദൈവസന്നിധിയിൽ നിന്ന് മാറി, ദൈവസന്നിധിയിൽ നിന്ന് ഒറ്റപ്പെട്ടിരുന്ന് ദൈവത്തിൽ നിന്ന് പ്രാപിക്കാതെ അതിൻ്റെയൊക്കെ പുറകെ ഈ ലോകത്തിൻ്റെതായ ഇമ്പങ്ങളുടെയും മോഹങ്ങളുടെയൊക്കെ പുറകെ പോകുമ്പോൾ ഒരു കാര്യമാണ് നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. നിന്റെ സമയങ്ങൾ, ഹല്ലേലൂയ, നിന്റെ ഈ അകത്തെ കണ്ണ് പ്രകാശിക്കുവാനായിട്ട് പറ്റത്തില്ല. But if you don't spend time in the presence of God, the spiritual eyes will not be enlightened. ഹല്ലേലൂയ. ഈ അകത്തെ കണ്ണ് പ്രകാശിക്കണമെങ്കിൽ മറ്റെല്ലാം ഒന്ന് ശാന്തമാകണം. If the spiritual eyes have to be enlightened, everything else have to be calm. നിന്റെ ഈ വെളിയിലുള്ള കണ്ണൊന്ന് അടയണം. Your outer eyes have to be closed. നിന്റെ ഈ മോഹങ്ങളെയൊക്കെ ഒന്ന് സപ്രസ് ചെയ്യണം. Your desires have to be suppressed. എന്നിട്ട് പറയാൻ, കർത്താവേ നിന്റെ ഹിതം എന്നിൽ വെളിപ്പെടണം. Then you have to say, the Lord, your will should be revealed. അപ്പോൾ അകത്തെ കണ്ണ് തുറക്കുവാനായിട്ട് Then തുടങ്ങും. your spiritual eyes will be enlightened. ചില വാശികളൊക്കെ എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറണം. You have to go away with some of your ചില desire. നിർബന്ധ ബുദ്ധികളൊക്കെ എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറണം. With some of your own wills. അപ്പോൾ എൻ്റെ അകത്തെ കണ്ണ് പ്രകാശിക്കുവാനായിട്ട് തുടങ്ങും. Then your spiritual eyes will be അപ്പോൾ enlightened. എൻ്റെ സ്പിരിച്വൽ ഇയേഴ്സ് തുറക്കുവാനായിട്ട് തുടങ്ങും. Then your spiritual ears will be open. പണ്ട് കേട്ട ചിലതൊക്കെ അങ്ങ് മറക്കണം. Then you have to forget some things you heard in അങ്കിലേ the past. പരിശുദ്ധാത്മാവ് നിന്നോട് സംസാരിക്കത്തുള്ളൂ. Then the Holy Spirit will speak to you. നീ ന്യൂസ് ചാനൽ മുഴുവൻ കേട്ടോണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇതായിരിക്കും നിന്റെ അകത്ത് കിടക്കുന്നത് മുഴുവനും. If you hear the news always, that's what ഒരു it ന്യൂസ് will be. ചാനലിൽ നീ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം കേൾക്കത്തില്ല. There will be no positive in the news. ഒരു ന്യൂസ് ചാനലും ഹോപ്പ് തരുന്ന കാര്യങ്ങളൊന്നും കാണത്തില്ല. There is no hopeful thing in the news. അവർക്കൊക്കെ ന്യൂസിനോടാ താല്പര്യം. They have the desire for the news. ഉള്ള നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നിന്നെ മുഴുവൻ ഫീഡ് ചെയ്യുന്നത്. That you will be filled with all negative things. ഹല്ലേലൂയ. നിന്റെ ചെവി, അകത്ത ചെവി മന്ദമായി പോകും. Then your spiritual ears will be dull. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിക്കണമെങ്കിൽ ഞാൻ പറയാം എന്ത് ചെയ്യണമെന്ന്. If a change has to be there in your life, you have to ഈ തിരുവചനം ഒന്ന് ഉറക്കവായിരുന്ന് കേക്ക്. you have to read the word of God aloud. തിരുവചനം ഉറക്കെ വായിച്ച് നീ തന്നെ കേൾക്കുമ്പോൾ നിന്റെ അകത്ത്, ഹല്ലേലൂയ, ചിലതൊക്കെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുവാനായിട്ട് തുടങ്ങും. When you read the word of God aloud, you will hear and the Holy Spirit will speak. മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഒന്ന് മാറി നിരിക്ക്. ഹല്ലേലൂയ. വിജനമായ അല്ലെങ്കിൽ ഹല്ലേലൂയ മറ്റ് സൗണ്ടുകളിൽ നിന്നൊക്കെ ഒന്ന് ഡെസൊലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അതിനകത്തൊന്നൊക്കെ ഒന്ന് ഡിറ്റാച്ച് ചെയ്ത് ദൈവസന്നിധിയിൽ നിന്ന് അടുത്തിരിക്കുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നോട് സംസാരിക്കുവാനായിട്ട് ഇടയാകും. Separate and detach yourself from other things, and then the Holy Spirit will speak to you. ഹല്ലേലൂയ. Revelation 2:7 ഇവിടെ സഭകളോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ഹല്ലേലൂയ, he who has ears let him hear what the Spirit says to the churches. ഹല്ലേലൂയ. ഈ വ്യക്തികളോട് മാത്രമല്ല പരിശുദ്ധാത്മാവ് ഇടപെടുന്നത്, പരിശുദ്ധാത്മാവ് സഭകളോടും ഇടപെടും. The Holy Spirit doesn't speak to persons but to the church also. സഭകളോടും പരിശുദ്ധാത്മാവ് സംസാരിക്കും. The Holy Spirit also speaks to the church. പക്ഷെ സഭകളോട് പറയുന്നത് പലപ്പോഴും കേൾക്കാൻ സഭകൾക്ക് കഴിയാറില്ല. അല്ലെ പലപ്പോഴും ലീഡേഴ്സിന് സഭകളോട് പരിശുദ്ധാത്മാവ് പറയുന്നത് പലപ്പോഴും കേൾക്കാറില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് നമ്മുടേതായ അജണ്ടകളുണ്ട്. Because we have our own agenda, the church and the leaders will not hear what the Holy Spirit wants to say. ഹല്ലേലൂയ. നിന്റെ അജണ്ട ആയിരിക്കത്തില്ല ഹല്ലേലൂയ സഭയോട് പരിശുദ്ധാത്മാവിന് പറയാനുള്ളത്. അത് വ്യത്യസ്തമായ അജണ്ടയായിരിക്കും. അത് കേൾക്കുവാനായിട്ട് നിന്റെ ചെവികളെ ഒന്ന് തുറക്കുമ്പോൾ, if your ears are open to hear what the Holy Spirit has for the church, ഹല്ലേലൂയ, അതിനകത്തൊരു മടങ്ങി വരവ് സംഭവിക്കും. there will be a repentance in that.
ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്തൊക്കെ കാര്യങ്ങളാണ് സംസാരിക്കുന്നതെന്ന് ഈ സ്പിരിച്വൽ ഇയേഴ്സിനെ ഒന്ന് തുറന്ന് ഏതൊക്കെ വിഷയങ്ങളോടാണ് പരിശുദ്ധാത്മാവ് ഇടപെട്ടതെന്ന് നമുക്കൊന്ന് ഓടിച്ച് വായിച്ചു നോക്കിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. Let us pray after hearing what the Holy Spirit speaks to our spiritual ears. Praise the Lord, hallelujah. മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന് 9-ാം വാക്യം. Mark 4 verse 9. എവിടെ പറയുന്നു? ഹല്ലേലൂയ. അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ പറയുന്നു. ഈ മലയാളത്തിൽ വായിച്ചോ. Praise the Lord, hallelujah. നീ ദൈവസന്നിധിയിൽ അടുത്ത് വരുമ്പോൾ പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നീ കേൾക്കുന്നത് മറ്റൊരുവന്റെ കുറ്റമല്ല. നീ കേൾക്കാനായിട്ട് പോകുന്നത് നിന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നത് നീ ഫലം കായ്ക്കണം. When you come close to the Holy Spirit, what the Holy Spirit speaks to you is not about others but to bear fruit. Hallelujah. അതിന്റെ 9-ാമത്തെ വാക്യം പറയാണ്, ചെവിയുള്ളവൻ കേൾക്കട്ടെ. In the 9th verse it says, he who has ears let him hear. ഇന്ന് ഈ ദൈവവചനം ഞാൻ നിങ്ങളോട് ഡെലിവർ ചെയ്യുമ്പോൾ എനിക്ക് ഉറപ്പുണ്ട് എല്ലാവരും അത് കേൾക്കണമെന്നില്ല. When I deliver this word of God, I know that everyone will not hear this. എൻ്റെ ആഗ്രഹം എല്ലാവരും കേൾക്കണമെന്നാണ്. My desire is that everyone hears this. പക്ഷേ ഇവിടെ പറയുന്നു ചെവിയുള്ളവൻ കേൾക്കട്ടെ. But here it says, he who has ears will hear. നിന്നെക്കുറിച്ച് പരിശുദ്ധാത്മാവിന്റെ താല്പര്യം നീ പ്രയോജനപ്പെടണം. The Holy Spirit's desire for you is that you will be useful. നീ ഫലം കായ്ക്കണം. To be fruitful. ചില വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ട് പരിശുദ്ധാത്മാവ് പറയുക ചെവിയുള്ളവൻ കേൾക്കട്ടെ. After saying many things, the Holy Spirit says, he who has ears let him hear. എന്താ പരിശുദ്ധാത്മാവെ അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ എല്ലാവരും പ്രയോജനപ്പെടാൻ പോകുന്നില്ല. It's because not everyone will be useful. എല്ലാവരും ഫലം കായ്ക്കാൻ പോകുന്നില്ല. Not everyone will be fruitful. ഇത് ചിലരോടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ദൂതാണ്. ഹല്ലേലൂയ, നീ പ്രയോജനപ്പെടണമെന്നുള്ളത്. This is a specific message to some people that you should be useful. ഹല്ലേലൂയ, നിന്നെ 30-ലും 60-ലും നിർത്തുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. 100 മേനി ഫലം കായ്ക്കണം. But God has called you to be 100-fold. ഇന്ന് ദൈവസഭയോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നത് ഇത് പ്രയോജനപ്പെടുന്ന ഒരു സഭയായി മാറട്ടെ. The Holy Spirit speaks to the church that you are to be a useful church. ഇതിലെ ഓരോ വ്യക്തികളും ഫലം കായ്ക്കുന്നതായിട്ട് മാറട്ടെ. Each person should bear fruit. ഹല്ലേലൂയ. മർക്കോസിന്റെ സുവിശേഷം അതിന്റെ 4-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം. 21, 22 കൂടെ വായിച്ചോ. Praise the Lord, hallelujah. ഇവിടെ പിന്നെ പരിശുദ്ധാത്മാവ് പറയാണ് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ചിലരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരുടെ അകത്തുള്ള പ്രകാശം അവരാരും കാണിക്കാതെ അത് പറയിൻ കീഴി വലിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ്. But some of the people, or the light that is in them, they hide it and keep it under. ചിലർ ഹൈഡിങ് ക്രിസ്ത്യൻ ആണ്. Some people are hiding Christians. അവർ ചെല്ലുന്ന സ്കൂളിലോ കോളേജിലോ ഒക്കെ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ വളരെ നിങ്ങൾ ആരാണെന്ന് ചോദിച്ചാൽ ഒരു പരിധി വരെ അവരവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തത്തില്ല. The schools and universities they go, they will not reveal their identity. നാണക്കേടാണ്. Because it's a shame for them. ഹല്ലേലൂയ. ഞായറാഴ്ച മാത്രം ചർച്ച വരും, ഇവിടെ വന്ന് ഭയങ്കര ആരാധനയൊക്കെയാണ്, കത്തി ജ്വലിച്ചങ്ങോട്ട് പോകും. എന്നാൽ ഹല്ലേലൂയ അവിടെ ചെല്ലുമ്പോൾ, സ്കൂളിൽ ചെല്ലുമ്പോൾ, കോളേജിൽ ചെല്ലുമ്പോൾ, ആഴിക്കുന്ന സ്ഥാനങ്ങളിൽ ചെല്ലുമ്പോൾ എവിടാ പറയും കീഴില്ല. In the Sunday they will worship hard, but when they come to the real places they will hide. എന്താ പരിശുദ്ധാത്മാവ് ഇവിടെ പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് ചോദിച്ചാൽ എല്ലാവരും ദൈവത്തെ ഹല്ലേലൂയ അവന്റെ നാമത്തെ ഉയർത്തുവാൻ അല്ലെങ്കിൽ എല്ലാവരും ദൈവത്തിന് വേണ്ടി പ്രകാശിക്കുവാൻ താല്പര്യമില്ലാത്തവരാണ്. The Holy Spirit says, he who has ears let him hear, because not everyone will be spiritually useful in his eyes. Praise the Lord, hallelujah. നിങ്ങൾ ദൈവത്തെക്കുറിച്ച് നാണിക്കാതിരുന്ന ദൈവം നിങ്ങളെക്കുറിച്ച് നാണിക്കത്തില്ല. If you are not ashamed of God, God will not be ashamed of you. നിങ്ങൾ ദൈവത്തെ മാനിച്ച ദൈവം നിങ്ങളെ മാനിക്കും. If you honor God, God will honor you. ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും ഒരു പാസ്റ്ററിൻ്റെ മോളുണ്ടായിരുന്നു. അതെപ്പോഴും കോളേജിൽ പോകുന്ന ടൈമിൽ അത് ട്രെയിനിലാണ് പോകുന്നത്. ആ കൊച്ചു ചെയ്യുന്ന ഒരു കാര്യം, അതാദ്യം ട്രെയിനിലോട്ട് കയറുന്ന സമയത്ത് കയ്യിൽ കുറേ ട്രാക്റ്റ് ഉണ്ട്. അതിങ്ങനെ ഓരോ സ്ഥലത്തും ചെന്ന് ഓരോ സീറ്റിലും ചെന്ന് ഓരോരുത്തരുടെയും കയ്യിൽ കൊടുത്തിട്ട് ഇതെല്ലാം കഴിഞ്ഞ് ട്രാക്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് അവിടെ വന്നിട്ട് ഇങ്ങനെ കിടന്നുറങ്ങും. There was a pastor's daughter that when she travels to the college on the train, she will distribute tracts and then she will go home. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തെക്കുറിച്ച് ഹല്ലേലൂയ ലജ്ജയില്ലാത്തത്. It's because she has no shame. സുവിശേഷത്തെക്കുറിച്ച് ലജ്ജയില്ലാത്ത ഒരു തലമുറ. No shame for the gospel. കർത്താവിനെ ഉയർത്തി കാണിക്കുന്ന ഒരു തലമുറ. A generation that raises the Lord. അവരൊരിങ്ങ് ഹൈഡായിട്ട് ഇരിക്കുന്നില്ല. They will not be hidden. അവർക്ക് ഹല്ലേലൂയ കർത്താവിനെ കുറിച്ചൊരു മാനക്കേടില്ല. They have no shame about the Lord. എന്നാൽ ഒരുപാട് ക്രിസ്ത്യൻസും ഹൈഡിങ് ക്രിസ്ത്യൻസ് ആണ്. But there are many Christians who are hiding. ഹല്ലേലൂയ. ഇവിടെയും പറയാണ് ചെവിയുള്ളവൻ കേൾക്കട്ടെ, വെളിയിൽ വരുവാൻ താല്പര്യമുള്ളവനെ ദൈവം മാനിക്കും. Here it says that he who has ears let him hear. Those who will come out to the open, God will honor. ഹല്ലേലൂയ. അടുത്ത ഒരു കൂട്ടരാണ് ടേസ്റ്റ്ലെസ് ക്രിസ്ത്യൻസ്. The other group of people are tasteless Christians. ഹല്ലേലൂയ. അവർക്ക് ഒരു ടേസ്റ്റും ഇല്ലാത്ത ക്രിസ്ത്യൻസ് ആണ്. അവരെക്കുറിച്ച് മറ്റുള്ളവരെ കുറിച്ച് പറയുന്നത് പോലെ ഇവർ ക്രിസ്ത്യൻസ് എന്നൊക്കെ പറഞ്ഞാലും ഇവർ മറ്റുള്ളവരുടെ കൂടെ തന്നെയാണ്.
But those tasteless Christians, even though they're with other people, they are just like them. അവരെക്കുറിച്ച് ഒരു ഡിഫറൻസും മറ്റുള്ളവരുടെ സൈഡിൽ കാണാനായിട്ട് കഴിയത്തില്ല. You won't be able to see any difference in them. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 14-ാം അധ്യായത്തിന്റെ 34-35 വാക്യങ്ങൾ വായിക്കാം. ഉപ്പിനെ കുറിച്ച് പറയുന്നു അവിടെ. Salt is good, but salt should be ഉപ്പിന്റെ ടേസ്റ്റ് പോയാ പിന്നെന്താ പ്രയോജനം? If the salt loses its tastiness, what's its use? Hallelujah. Are you a tasteless Christian? Are you a tasteless Christian? Hallelujah. ഈ ഉപ്പിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പ് ചെല്ലുന്നിടത്തൊക്കെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നതാണ്. The benefit of the salt is that wherever it goes, it makes a taste. ഉപ്പ് എവിടെ ഇട്ടാലും അത് ഇൻഫ്ലുവൻസ് ചെയ്യും. Wherever it goes, it influences things. ഉപ്പിനെ ഒരു ഭവനത്തിൽ ഇട്ടാൽ ആ ഭവനം ഇൻഫ്ലുവൻസ് ചെയ്യും. When it's in the house, it'll be influencing. ഉപ്പ് ചെല്ലുന്നിടത്തൊക്കെ ആൾക്കാർ രക്ഷിക്കപ്പെടും, സ്നാനപ്പെടും. Wherever it goes, the people are saved. ഹല്ലേലൂയ. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അത് ഉപ്പാണ്. Because it's a salt. നിങ്ങളൊരു ക്രിസ്ത്യനാണ്, നിങ്ങൾക്ക് മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ഹല്ലേലൂയ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. കർത്താവേ, ഐ നീഡ് ദ ടേസ്റ്റ് ബാക്ക്. whenever wherever I am, I need to influence the people. If you want to influence people, then you have to pray to God that to give me back the flavor and taste. ഹല്ലേലൂയ. നമ്മുടെ ഭവനത്തിൽ പോലും നമുക്കൊരു ഇൻഫ്ലുവൻസ് ചെലുത്തുവാൻ കഴിയുന്നില്ലെങ്കിൽ ഹല്ലേലൂയ തീർച്ചയായിട്ടും അത് പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയമാണ്. നാം പ്രാർത്ഥിക്കണം, കർത്താവേ, ഞാനായിരിക്കുന്ന ഭവനത്തിൽ എനിക്കൊരു ഇൻഫ്ലുവൻസ് ചെയ്യുവാനായിട്ട് കഴിയണം. കാര്യം I am salt of the earth. You have to pray that you have to influence your own house because you are the salt of the earth. ഹല്ലേലൂയ. നിങ്ങൾ കോളേജിലായിരിക്കുമ്പോൾ, യൂണിവേഴ്സിറ്റിയിലായിരിക്കുമ്പോൾ ഒരു കാര്യം പറയുവാനായിട്ട് കഴിയണം. മറ്റുള്ളവർക്ക് ഹല്ലേലൂയ നിങ്ങളെ റെക്കഗ്നൈസ് ചെയ്യുവാനായിട്ട് കഴിയണം. മറ്റുള്ളവർ പറയണം അവിടെ ഒരു ദൈവത്തിൻ്റെ പാർട്ടിയുണ്ട്, വിഷയങ്ങളുണ്ടെങ്കിൽ അവനോട് പറഞ്ഞാൽ അവൻ പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട് അവിടെ കാണണം. നിങ്ങൾ ടേസ്റ്റുള്ള ക്രിസ്ത്യൻസ് ആയി മാറണം. When you are going to colleges and universities, you have to stand there as ambassadors of God and to be tasteless Christian. ഇത് പറഞ്ഞിട്ട് പരിശുദ്ധാത്മാ പറയാണ്, ഹല്ലേലൂയ, ചെവിയുള്ളവൻ കേൾക്കട്ടെ. After saying this, the Holy Spirit says, "You has ears, let him hear." കാര്യം ഇത് എല്ലാവർക്കും അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. Because not everyone can understand this. കുറച്ച് പേർക്ക് മാത്രമേ അങ്ങനെയുള്ളൊരു ബോധ്യമുള്ളൂ, കുറച്ച് പേർക്ക് അങ്ങനെ ഉള്ളൊരു വിളിയുള്ളൂ, കുറച്ച് പേർക്ക് മാത്രമേ ഇത് മനസ്സിലാകത്തുള്ളൂ. മറ്റുള്ളവർ വിചാരിക്കുന്നത് എന്നെ വിളിച്ചത് ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ആരാധിച്ച് വിടുതൽ പ്രാപിച്ച് ഭവനത്തിൽ മടങ്ങുവാൻ വേണ്ടിയിട്ടാണ്. Only some people can understand this, but the other people think I just have to pray and worship and go back. നിങ്ങൾ ടേസ്റ്റ് ഉള്ളവരായിരിക്കണം. But you should be a people with taste. ഹല്ലേലൂയ. അടുത്ത ഒരു കൂട്ടരെ കുറിച്ച് പറയുന്നു. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 43-ാം വാക്യം, 40 തൊട്ട് 43 വരെയുള്ള വാക്യങ്ങൾ പെട്ടെന്ന് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 40 മുതൽ 43 വരെയുള്ള വാക്യങ്ങൾ. Praise the Lord. Hallelujah. ഇവിടെ പറയുന്നു നീതിമാൻ ഹല്ലേലൂയ തൻ്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ അവൻ പ്രകാശിക്കും, ചെവിയുള്ളവൻ കേൾക്കട്ടെ. മറ്റുള്ളവനെ കുറിച്ച് എന്ത് പറയുന്നെന്ന് അറിയാമോ? അവര് they are pretending Christians. They are like all of us. They are like others, but they are just pretending Christians. Hallelujah. Praise the Lord. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? Hallelujah. ഇതിൻ്റെ വലിയ പ്രശ്നമാണ്. ദൈവസഭയിൽ ഉണ്ടാക്കുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലമാണ്. അവരും പ്രസംഗിക്കുന്നുണ്ട്, അവരും പാടുന്നുണ്ട്, അവരുടെ ഇടയിലും അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്, അവരുടെ ഇടയിലും വിടുതലുകൾ നടക്കുന്നുണ്ട്. പക്ഷേ ഹല്ലേലൂയ, are they real? But the problem in the church is that you can see many things outwardly, but are they real Christian? Praise God. ഇവരുടെ നടുവിൽ പറയാണ്, നിങ്ങൾ ദൈവസന്നിധിയിൽ നീതിയുള്ളവരായിട്ട് നിലനിൽക്കുവാൻ എന്ന് പറഞ്ഞാൽ ഈ കളയുടെ ഉപമയാണ് അവിടെ പറയുന്നത്. ഇവിടെ വയലിൽ ഒരുവൻ കൊണ്ടുവന്ന് കള വിതച്ചു എന്ന് പറഞ്ഞാൽ ദൈവസഭയ്ക്കകത്ത് കളയുണ്ടെന്ന്. The meaning of the parable is that even in the church there are tares. ഹല്ലേലൂയ. ഈ ലോകത്തിൽ എല്ലാ ആൾക്കാരുമുണ്ട്. ദൈവസഭയിലും കള വളരും, അവനും അനുഗ്രഹിക്കപ്പെടും, അവനും നന്മകളുണ്ടാകും, അവനും ഹല്ലേലൂയ പ്രൊട്ടക്ഷനുണ്ട്, അവനും ഈ നല്ല ഈ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ ഒരു കാര്യം നീ മനസ്സിലാക്കണം, ഒരു നാൾ വരും കർത്താവിൻ്റെ ദിവസത്തിൽ, അന്ന് കളയും ഹല്ലേലൂയ പതിരും തമ്മിൽ വേർതിരിക്കുന്ന ഒരു കാലം വരും. അന്ന് നീതിമാൻ ഹല്ലേലൂയ സൂര്യനെ പോലെ ശോഭിക്കും. In the church there are tares that will enjoy every benefits, but in that day when God judges, there the righteous will shine like the sun. ഹല്ലേലൂയ. ഇവിടെയും പറയാണ്, ചെവിയുള്ളവൻ കേൾക്കട്ടെ. Here also it says, "He who has ears, let him hear." കാര്യം ഇന്ന്
ഓളത്തിനനുസരിച്ച് പോകുന്ന ഒരു കൂട്ടമാണ് ക്രിസ്ത്യൻസ്. Nowadays, the Christians are those who go with the flow. ഹല്ലേലൂയ. അന്ന് പണ്ട് പാസ്റ്റർ ഡി മോഹൻ ഒരിക്കൽ തൻ്റെ ചർച്ചിൽ, അന്ന് 44,000 ആൾക്കാർ ഉള്ള ചർച്ചിൽ, താൻ ഒരിക്കൽ ഒരു മെസ്സേജിൽ താൻ പറഞ്ഞൊരു പദം ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. എൻ്റെ ചർച്ചിൽ 44,000 രജിസ്റ്ററിൽ മെമ്പേഴ്സ് ഉള്ളപ്പോൾ എത്ര പേര് ഈ ദൈവസഭയിലുണ്ടെന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. One pastor who said that even though there are 44,000 people in the register, I don't know how many of them are there. ഹല്ലേലൂയ. ആർ യു റിയൽ? ഒരുപാട് പേരും അവരെ തന്നെ വഞ്ചിച്ച് ഇങ്ങനെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ നാം നമ്മോട് തന്നെ ചോദിക്കേണ്ടതാണ്, ഞാനൊരു റിയൽ ക്രിസ്ത്യനാണോ? When people are deceiving themselves, we have to ask, are we real Christians? എൻ്റെ ഹൃദയത്തിൻ്റെ കണ്ണുകളും ചെവികളും തുറന്നിരിപ്പുണ്ടോ? Are my spiritual eyes and ears open? ഹൃദയത്തിൻ്റെ ചെവിയും കണ്ണും ഒക്കെ തുറന്നിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നാം ഇന്ന് ഇംഗ്ലീഷ് മെസ്സേജിനകത്തും നാം പറഞ്ഞൊരു കാര്യം, പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിനോട് സാക്ഷ്യം പറയും. If the eyes and ears of our heart are open, then the Holy Spirit will bear witness with us. അവർക്കൊരു സംശയം കാണത്തില്ല. There will be no doubt in that. നമ്മുടെ യഥാർത്ഥ ഒരു ദൈവവൈതലാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ഐഡൻറ്റിറ്റിയെക്കുറിച്ച് നിങ്ങൾക്ക് ഒട്ടും സംശയം കാണത്തില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ആത്മാവിനോട് പറയും നിങ്ങളൊരു ദൈവവൈതലാണെന്ന്. If you are a true child of God, the Holy Spirit will bear witness with your spirit. ഹല്ലേലൂയ. നിങ്ങൾക്ക് കേൾക്കുവാൻ കാതുണ്ടാകണം. You should have ears to hear. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എസെക്കിയേലിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യം നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് പോകുക. ലേശയാവിൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 9-10 വാക്യങ്ങൾ. ഇങ്ങനെ വായിക്കുന്നു, ഗോ ആൻഡ് ടെൽ ദിസ് പീപ്പിൾ, ബി എവർ ഹിയറിംഗ് ബട്ട് നെവർ അണ്ടർസ്റ്റാൻഡിങ്, ബി എവർ സീയിങ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിലെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും പത്തറ്റിക്കായിട്ടുള്ളൊരു സിറ്റുവേഷനാണിത്. ഏറ്റവും അപകടകരമായൊരു സിറ്റുവേഷനാണിത്. This is the most dangerous and pathetic situation in a child of God's life. കാര്യം നമ്മൾ തന്നെ ചിന്തിക്കുകയാണ് നമ്മൾ ദൈവവൈതലാണെന്ന്. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ കണ്ണടഞ്ഞിരുന്നാൽ, ഹൃദയത്തിൻ്റെ കാത് കേൾക്കാതെ ഇരുന്നാൽ, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ നഷ്ടം വേറെ ഒന്നുമില്ല. If us being children of God, if our eyes and ears of our heart are closed, then that is the most dangerous situation. ഹല്ലേലൂയ. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒറ്റ കാര്യമേ ഉള്ളൂ. ഹല്ലേലൂയ. പൗലോസ് പ്രാർത്ഥിച്ചതുപോലെ, പൗലോസ് ഒരു രസത്തിന് പ്രാർത്ഥിച്ചതല്ല, ഒരു ഒഴുക്കിന് പ്രാർത്ഥിച്ചതല്ല. നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. Paul did not pray that simply, that the eyes of your heart should be enlightened. കാര്യം ഹൃദയദൃഷ്ടി പ്രകാശിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് യഥാർത്ഥമായ സ്പിരിച്വൽ ട്രൂത്ത്സ് മനസ്സിലാകത്തുള്ളൂ. When the eyes of your heart are enlightened, then you will understand the spiritual truths. ഹല്ലേലൂയ. നമ്മുടെ ദൈവം ആരാണെന്ന് നിങ്ങൾക്ക് എന്നെങ്കിൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. പരിശുദ്ധാത്മാവ് നമ്മളോട് എന്താ പറയുന്നതെന്ന് നമുക്ക് എന്നെങ്കിൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. Then only we will understand who our God is and what the Holy Spirit is speaking to us. ഹല്ലേലൂയ. നമ്മുടെ സോളിൽ ഒരു വലിയ സാന്റിഫിക്കേഷൻ ഈ ദിവസങ്ങളിൽ നടക്കണം. There should be sanctification in our soul. ഹല്ലേലൂയ. എന്നെങ്കിൽ മാത്രമേ നമ്മുടെ ഒരു ക്ലാരിറ്റി കിട്ടത്തുള്ളൂ. Then only there will be a clarity. ഇന്ന് എത്ര പേര് ആരും ഹല്ലേലൂയ ആരോടും പറയേണ്ട, നമ്മളോട് തന്നെ ഒന്ന് ചോദിച്ചാൽ മതി, പരിശുദ്ധാത്മാവ് പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ടോ? Let us ask ourselves, are we hearing what the Holy Spirit is saying to us? Can I see something beyond what I am seeing today through my physical eyes? എൻ്റെ ആന്തരികമായ കണ്ണുകൾ കൊണ്ട് കാണുന്നതിലും അപ്പുറമായിട്ട് എനിക്ക് എന്തെങ്കിലും കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ എൻ്റെ സ്പിരിച്വൽ ഐസ് ആർ ബ്ലൈൻഡഡ്. If you're not able to see beyond with your spiritual eyes, then it's blind. ദൈവകരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. എല്ലാ കണ്ണുകളും അടയ്ക്കട്ടെ.